ദൈവമക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന ഒരു തിരുവചന ആഹ്വാനമത്രേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടൽ, ആകുലത, വ്യാകുലത, വേവലാതി, ഉത്കണ്ഠ ഇവയെല്ലാം ഏതാണ്ട് ഒരു ഗണത്തിൽപ്പെടും. വോറി ഈസ് എ വർത്ത്ലെസ് ഇമോഷൻ, എ വേസ്റ്റ്. വിചാരപ്പെടൽ വിലയില്ലാത്ത ഒരു വികാരമാണ്. അത് പാഴാക്കലാണ്. ഭാവിയിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നതാണ് പലപ്പോഴും വിചാരപ്പെടൽ. ചിന്തയിലൂടെ നിയന്ത്രണം നേടാനുള്ള ശ്രമമാണിത്. പക്ഷെ വിരോധാഭാസമെന്ന് പറയട്ടെ, അത് നമ്മുടെ സമാധാനം ചോർത്തിക്കളയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വിലപ്പെട്ട സമയവും പാഴാക്കിക്കളയുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഒരാൾ പറഞ്ഞതത്രേ, worry is a thief. It steals today's peace by pulling us into an imagined tomorrow. വിചാരപ്പെടൽ ഒരു കള്ളനാണ്. അത് നമ്മെ ഒരു സാങ്കല്പിക നാളെയിലേക്ക് വലിച്ചിഴച്ച് ഇന്നത്തെ സമാധാനം കവർന്നെടുക്കുന്നു. അതുകൊണ്ട് സമ്മർദ്ദം അടിഞ്ഞുകൂടാൻ തുടങ്ങുമ്പോൾ പരിഭ്രാന്തരാകുന്നതിന് പകരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. പ്രേയർ ഈസ് എ റിമാർക്കബിൾ സ്ട്രെസ് റിലീവർ. പ്രാർത്ഥന ഒരു അത്ഭുതകരമായ സമ്മർദ്ദ പരിഹാരമാണ്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇവിടുത്തെ ക്രമം ശ്രദ്ധിക്കുക. ആദ്യം പ്രാർത്ഥന, പിന്നെ സമാധാനം. അതിനാൽ നാം പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നാം ഒരുപക്ഷെ വിചാരപ്പെടുകയായിരിക്കാം. എന്നാൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വിചാരപ്പെടൽ മാറുന്നു എന്ന് മാത്രമല്ല, ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടുകയാണ്. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ആകുലത അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. അവ എനിക്ക് വഹിക്കാൻ കഴിയില്ല. ഞാനത് അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനത്താൽ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തുകൊള്ളണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.